വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ക്രൊമാറ്റോഗ്രഫിയുടെ ടൈപ്സ് ആണ് 3 ടൈപ്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫി ആണ്. നിങ്ങൾക്കറിയാം ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് പല ക്രൈറ്റീരിയാസ് ബേസ് ചെയ്തിട്ട് മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് അല്ലേ. അപ്പൊ അതിൽ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫി, അല്ലെങ്കിൽ സൈസ് എക്സ്ക്ലൂഷൻ, അല്ലെങ്കിൽ മോളിക്യുലർ സീവ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ് കോമൺ ആയിട്ട് ജനറൽ ആയിട്ടുള്ള ടേം സൈസ് എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി ആണ്. അപ്പൊ ഈ ഒരു ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫി എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ സാമ്പിൾ ആഡ് ചെയ്യുന്നില്ല. ആ ഒരു സാമ്പിൾ എന്ന് പറയുന്നത് ലിക്വിഡ് ആണെങ്കിൽ, ലിക്വിഡ് ആയിട്ടാണ് സാമ്പിൾ ആഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷൻ ആയിട്ടാണ്, ലിക്വിഡ് അല്ല അക്വസ് സൊല്യൂഷൻ ആയിട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. മറ്റൊരു കേസിൽ അതൊരു ഓർഗാനിക് സോൾവെന്റ് ആണെങ്കിൽ ജെൽ പെർമിയേഷൻ ക്രൊമാറ്റോഗ്രഫി എന്നുള്ള ഒരു ടേമും കൂടി യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. മെയിൻ ആയിട്ട് അവയുടെ പ്രിൻസിപ്പിൾ എന്താണ്? മോളിക്യുലർ ഷേപ്പ് അല്ലെങ്കിൽ സൈസിനെ ബേസ് ചെയ്തിട്ട് മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ ഒരു ക്രൊമാറ്റോഗ്രഫിയുടെ മെത്തേഡ് എങ്ങനെയാന്ന് നോക്കാം. ഇതാണ് ആ ഒരു ജെൽ ഫിൽട്രേഷൻ, ആ ഒരു കോളം, ക്രൊമാറ്റോഗ്രഫിയുടെ ഒരു കോളം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ ഒരു കോളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു മെറ്റീരിയൽ ഫില്ല് ചെയ്ത് വെക്കണം. ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള മെറ്റീരിയൽ ഫില്ല് ചെയ്ത് വെക്കണം അല്ലെ. ഒരു ജെല്ല് ഫില്ല് ചെയ്ത് വെക്കണം. ആ ഒരു ജെല്ല് മെജോറിറ്റി കേസിൽ യൂസ് ചെയ്യുന്നത് ഡെക്സ്ട്രാൻ, അഗാറോസ് അല്ലെങ്കിൽ പോളി അക്രിലമൈഡ് പോളിമേഴ്സ് ആണ് ആ ഒരു സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേഷനറി ഫേസിലൂടെ ഒരു മൊബൈൽ ഫേസ്, ഒരു ലിക്വിഡ് ആയിട്ടുള്ള മൊബൈൽ ഫേസ് കടത്തി വിടുമ്പോഴാണല്ലോ ക്രൊമാറ്റോഗ്രഫി നടക്കുന്നത്. ഇപ്പൊ ഇവിടെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തു. അപ്പൊ യൂസ് ചെയ്യുന്നത് ഹൈലി ഫൈൻഡ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുള്ള, പോറസ് ആയിട്ടുള്ള, ആ വേർഡ് ഓർത്ത് വെക്കുക, ഹൈലി ഫൈൻഡ് ആയിട്ടുള്ള പോറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഒരു സ്റ്റേഷനറി ഫേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അവയുടെ പോർ സൈസ് ഒക്കെ വേരിയസ് ഡയമെൻഷൻസിലായിരിക്കും ഓരോ മാക്രോ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ബേസ് ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പോർ സൈസ്, ഫൈൻ ആയിട്ടുള്ള പോർ സൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഇവ എയിം ചെയ്യുന്നത് ലാർജ് മോളിക്യൂൾസിന്റെ സെപ്പറേഷൻ ആണ്. ഓക്കെ, ലാർജ് മോളിക്യൂൾസിന്റെ സെപ്പറേഷൻ ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഒരു ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്നുണ്ട്. ആ ഒരു ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്നത് അതിന്റെ ഫൈൻ ബീഡ്സ് വിത്ത് പോർസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവയിൽ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്ട്രക്ചർ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സ് നടന്നു. അതായത് നമ്മൾ ആ ഒരു സ്റ്റേഷനറി ഫേസിലൂടെ നമ്മുടെ സാമ്പിൾ അടങ്ങിയിട്ടുള്ള ലിക്വിഡ് ഇതിലൂടെ ആഡ് ചെയ്ത് ആ ഒരു സാമ്പിൾ ലിക്വിഡിലൂടെ ഊർന്ന് താഴോട്ടേക്ക് ഇല്യൂട്ട് ചെയ്ത് ഇല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ ലാർജ് മോളിക്യൂൾസ് ആയിരിക്കും ആദ്യം ഇല്യൂട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ലാർജർ മോളിക്യൂൾസ് ആദ്യം ഇല്യൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ പോറസ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. ആ പോർസ് വളരെ സ്മോൾ ആയിട്ടുള്ള പോർസ് ആണ്. അതുകൊണ്ട് മാക്രോ മോളിക്യൂൾസിന് ആ ഒരു പോറിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. ദേ കനോട്ട് എൻ്റർ ദ പോർ. അതുകൊണ്ട് തന്നെ ഷോർട്ടർ ആയിട്ടുള്ള പാത്ത, ഒരു പോറിന്റെ ഉള്ളിലൂടെ അവയ്ക്ക് കടക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടേം പറയുമ്പോൾ മറ്റു കുറച്ച് ടേംസും കൂടി നോക്കാനുണ്ട്. അതായത് കുറച്ച് വോളിയം ബേസ് ചെയ്തിട്ട് പറയാനുള്ള ടേംസ് ആണ് ഇതാണ്. ഇല്യൂറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് ലാസ്റ്റ് അവസാനം നമുക്ക് ഇവിടെ കിട്ടുന്ന കളക്ട് ചെയ്യുന്നതാണ് ഇല്യൂറ്റ് എന്ന് പറയുന്നത്. ദെൻ വോളിയം എന്ന് പറയുന്നത് കോളം വോളിയം ഉണ്ട്, വോയിഡ് വോളിയം ഉണ്ട്. വോയിഡ് വോളിയം എന്ന് വെച്ചാൽ അതായത് ഈ ഒരു പോർഷൻ കണ്ടോ, ഒരു പോർസ് അല്ലാതെ പോറിന്റെ പുറത്തുള്ള ആ ഒരു റീജിയണിനെയാണ് വോയിഡ് വോളിയം, അതിന്റെ ഇന്റർ പാർട്ടിക്കിൾ വോളിയം എന്ന് പറയും. ഇനി ആ ഒരു പോർസിന്റെ ഉള്ളിലുള്ള വോളിയത്തിന് നമ്മൾ ഇൻട്രാ പാർട്ടിക്കിൾ വോളിയം എന്ന് പറയും. ദെൻ ആ ഒരു ഇൻട്രാ ആൻഡ് ഇന്റർ പാർട്ടിക്കിൾ വോളിയം കൂടി ചേർമ്പോഴാണ് കോളം വോളിയം ആവുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ലാർജർ ആൻഡ് സ്മോൾ മോളിക്യൂൾ പറഞ്ഞു കഴിഞ്ഞാൽ, ലാർജർ മോളിക്യൂൾസ് പോർസിന്റെ ഉള്ളിൽ കയറുന്നില്ല. അവിടെ എന്തില്ല, ഇൻട്രാ പാർട്ടിക്കിൾ വോളിയം ഇല്ല. അവയ്ക്ക് വോയിഡ് വോളിയം മാത്രമേ ഉള്ളൂ. ഒരു വോയിഡ് വോളിയത്തിലൂടെ കടന്ന് നേരെ താഴോട്ടേക്ക് പോവാണ് ലാർജർ മോളിക്യൂൾസ്. അപ്പൊ അവിടെ ബാരിയർ കുറവായതുകൊണ്ട് അവയായിരിക്കും ഇല്യൂട്ട് ചെയ്ത് ആദ്യം എത്തുന്നത്. എന്നാൽ സ്മോൾ മോളിക്യൂൾസ് ആണെങ്കിൽ അവ എന്ത് ചെയ്യും, പോർസിന്റെ ഉള്ളിലൂടെ കയറുന്നുണ്ട് അല്ലെ. ഒരു കോളം വോളിയം ത്രൂ ഔട്ട് അവ പാസ് ചെയ്യുന്നുണ്ട്. ഒരു വോളിയം ഫുള്ള് സ്മോൾ മോളിക്യൂൾസ് പാസ് ചെയ്തിട്ട് വേണം താഴെ എത്താൻ. അതുകൊണ്ട് അവ ലേറ്റർ ആയിട്ട് ഇല്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ. ഇനി ഒരു
മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താ ഒഴിക്കുന്നില്ല, ഒരു അനലൈറ്റ് ഒഴിക്കുന്നത് ഒരു ഓർഗാനിക് സോൾവെന്റ് ആയിരിക്കണം കേട്ടോ. ഇനി ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞു, താഴെ ഇല്യൂട്ട് ചെയ്ത് ആദ്യം മാക്രോമോളിക്യൂൾസ് സെപ്പറേറ്റ് ചെയ്തു, പിന്നെ മൈക്രോമോളിക്യൂൾസ് സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ അതിനുശേഷം അവയെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നമ്മളൊരു ഗ്രാഫ് അവയുടെ അബ്സോർബൻസ് ബേസ് ചെയ്തിട്ട് മാക്രോമോളിക്യൂൾസിന്റെയും അവിടെ വലിപ്പം ബേസ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. അബ്സോർബൻസും അവന്റെ എന്താ ഏത് മോളിക്യൂൾ ആണെന്ന് ബേസ് ചെയ്തിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന പീക്ക്, ആദ്യം വരുന്ന പീക്ക് എന്ന് പറയുന്നത് ലാർജസ്റ്റ് മോളിക്യൂൾസിന്റെ ആണ്. പീക്ക് അപ്പിയർ ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. ലാർജസ്റ്റ് മോളിക്യൂൾസ് പ്രോട്ടീന് പോലെയുള്ള ലാർജസ്റ്റ് മോളിക്യൂൾസ് ആയിരിക്കും ആദ്യം പീക്ക് ഉണ്ടാക്കുന്നത്. പിന്നീട് പീക്ക് ഉണ്ടാക്കുന്നത് അതിനേക്കാളും സ്മോളർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ഒരു ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫിയെ കുറിച്ച് പറയാനുള്ളത്. കാരണം ഇവയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ് ആണെങ്കിലും, സ്ലോ ആയിട്ടുള്ള പ്രോസസ് ആണല്ലേ, അതായത് അനലൈറ്റ് ഇവിടെ എത്തി ഇവിടുന്ന് നമ്മൾ ഒഴിച്ച് അത് ഇല്യൂട്ട് ചെയ്ത് താഴെ വരെ ആ ഒരു കോളം ത്രൂ ഔട്ട് പാസ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് സ്ലോ ആയിട്ടുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് ആണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കുറച്ചും കൂടി എന്താ റിയൽ ടൈം അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇതിന്റെ ഫെർദർ ഇക്വേഷൻസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു CSIR ബേസ് ചെയ്തിട്ടൊക്കെ പഠിക്കുമ്പോൾ പല ഇക്വേഷൻസും ഉണ്ട്. അപ്പം ഈ ഒരു ഇക്വേഷൻ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു ക്ലാസ്സിലായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് എടുത്തു തരാം. മെയിൻ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇത്രയൊക്കെയാണ് പഠിക്കേണ്ടി വരിക. ഇതാണ് ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫി. മെയിൻ ആയിട്ട് പ്രോട്ടീൻസിന്റെ ആ ഒരു മാക്രോമോളിക്യൂൾസിന്റെ ഒക്കെ സെപ്പറേഷൻ ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. Then രണ്ടാമത്തേതാണ് അയോൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി. ആ പേരിൽ തന്നെ ഉണ്ട്, ഇവിടെ അയോൺ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. അയോൺ എക്സ്ചേഞ്ച് ആ ഒരു പിക്ചർ ബേസ് ചെയ്തിട്ട് പറയാം. ഇവിടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ചാർജ് ബേസ് ചെയ്തിട്ട് നമുക്കറിയാം ഓപ്പോസിറ്റ് ചാർജ് അട്രാക്ട് ചെയ്യുന്നു അല്ലെ, സെയിം ചാർജ് ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുന്നു. ആ ഒരു ഓപ്പോസിറ്റ് ചാർജ് തമ്മിലുള്ള ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് അയോൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി കാണുന്നത്. അപ്പൊ എന്താണ് അയോൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി, ആ ഒരു പ്രോസസ്സ് നോക്കാം. അപ്പൊ ഈ ഒരു പ്രോസസ്സ് അറിയുമ്പോൾ നിങ്ങൾ രണ്ട് ടേം ഇവിടെ മനസ്സിലാക്കണം. കാറ്റയോൺ എക്സ്ചേഞ്ചറും ഉണ്ട്, ആനയോൺ എക്സ്ചേഞ്ചറും ഉണ്ട്. കാറ്റയോണിന്റെ ചാർജ് എന്താണ്? കാറ്റയോണിന്റെ ചാർജ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, ആനയോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. മാറിപ്പോകരുത്. അപ്പം ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പൊ ആദ്യം ഇത് ത്രൂ ഔട്ട് ഉള്ള പ്രോസസ് ആണ്. ആദ്യം നമ്മൾ ഒരു ക്രൊമാറ്റോഗ്രഫി കോളം എടുത്തു. ഒരു ക്രൊമാറ്റോഗ്രഫി കോളത്തിൽ നമ്മൾ ഫിൽ ചെയ്യണല്ലോ. നമ്മൾ ഏത് ഏജന്റ് ആണോ, അഗാറോസ്, സെല്ലുലോസ് അല്ലെങ്കിൽ കുറെ മോഡിഫൈഡ് ആയിട്ടുള്ള പല ഏജന്റ്സും ഉണ്ട്. ആ ഏജന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, ഫിൽ ചെയ്ത് വെച്ചു. ഇവിടെ പോറോസിറ്റിയുടെ കാര്യമൊന്നും പറയുന്നില്ല, ചാർജിന്റെ ബേസിസിലാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടി വരും? ബഫർ ആഡ് ചെയ്യേണ്ടി വരും. മെയിൻ ആയിട്ട് എങ്ങനെയാണ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ, കാറ്റയോൺ എക്സ്ചേഞ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ഉണ്ടായിരിക്കുമല്ലോ, അത് മെട്രിക്സ് ആണ് ആഡ് ചെയ്തത് നമ്മളുടെ മോളിക്യൂൾസ് വന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ഓറഞ്ച് കളറിലെ മെട്രിക്സ് കാറ്റയോൺ എക്സ്ചേഞ്ചർ ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഒരു കാറ്റയോൺ എക്സ്ചേഞ്ചർ ആകുമ്പോൾ അവയുടെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ്ലി ചാർജ് ആയിരിക്കും അല്ലെ. അപ്പൊ അതായത് ഇവിടെ ഉള്ളതൊക്കെ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാറ്റയോൺ എക്സ്ചേഞ്ചർ ആണ് വെച്ചിട്ടുള്ളത്, നെഗറ്റീവ്ലി ചാർജ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഈ ഒരു കാറ്റയോൺ എക്സ്ചേഞ്ചർ യൂസ് ചെയ്യുന്നത് പോസിറ്റീവ്ലി ചാർജ് ഉള്ള മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാനാണ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ആനയോൺ എക്സ്ചേഞ്ചർ പോസിറ്റീവ് ചാർജ് ആണ്, അപ്പൊ അത് യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ള മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാനാണ്. അപ്പൊ ഈ ഒരു പ്രോസസ് ഒക്കെ നടക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു അനലൈറ്റിനെ ഇതിലൂടെ പാസ് ചെയ്യണം. അങ്ങനെ പാസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് അവിടെ ഇക്വിലിബ്രേഷൻ ആവശ്യമാണ്. അതായത് ബഫർ നല്ല രീതിയിൽ ഫേം ആയിട്ട് അറ്റാച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവിടെ എന്ത് ആവശ്യമാണ്? ഇക്വിലിബ്രേഷൻ ആദ്യം ആവശ്യമാണ് എന്ന് എഴുതി വെക്കുക. ആദ്യം ആ ഒരു കോളം അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസ് ഇക്വിലിബ്രേഷൻ നടത്തിയതിനു ശേഷം നമ്മൾ കാറ്റയോൺ എക്സ്ചേഞ്ചർ ആണ് യൂസ് ചെയ്തത്. ഈ ഒരു പിക്ചറിൽ തന്ന പോലെ നെഗറ്റീവ്ലി ചാർജ് കാറ്റയോൺ എക്സ്ചേഞ്ചേഴ്സ് യൂസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മറ്റൊരു ഓപ്പോസിറ്റ്ലി ചാർജ് ആയിട്ടുള്ള എക്സ്ചേഞ്ചബിൾ ആയിട്ടുള്ള അയോണിനെ നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കണം. സപ്പോസ് ഇവിടെ പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ Na+ അല്ലെ. അപ്പൊ NaCl നമുക്ക് യൂസ് ചെയ്യാം. Na+ നമ്മൾ എന്താ ഇവിടെ ഓൾറെഡി ആദ്യം അറ്റാച്ച് ചെയ്ത് വെക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ അയോൺ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ബയോമോളിക്യൂൾ വരുമ്പോൾ ആ ബയോമോളിക്യൂൾ ഈ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള Na റീപ്ലേസ് ചെയ്ത് അവിടെ ബൈൻഡ് ചെയ്യണം. അവിടെ ഒരു കോമ്പറ്റീഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു അയോൺ
എക്സ്ചേഞ്ച് നടക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ആദ്യം ഇക്വിലിബ്രേഷൻ നടത്തി, പിന്നെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു അയോൺ അവിടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചു. അപ്പൊ ഇവിടെ നമ്മൾ Na+ ആണ്, നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ Cl- യൂസ് ചെയ്യാം. അതിനുശേഷം അനലൈറ്റ് നമ്മൾ എന്താ പ്രോട്ടീൻ ആണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പ്രോട്ടീൻ നെഗറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീൻസ് ആണ്. ഓക്കെ, പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീൻസ് ആണ് നമ്മൾ എന്താ അനലൈസ് ചെയ്യുന്നത്. അവിടെ അമിനോ ആസിഡിനെ ബേസ് ചെയ്തിട്ട് ചാർജ് മാറ്റം ഉണ്ടാവുമല്ലോ. പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീൻസിനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീൻസ് അതിനെയാണ് നമ്മൾ അനലൈറ്റ് എന്ന് പറയുന്നത്. അനലൈറ്റിന്റെ അകത്ത് ബഫറും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലോട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഒഴിക്കുന്നത് നമ്മൾ ഈ ഒരു കോളം ക്രൊമാറ്റോഗ്രഫി പോലെ തന്നെ ആ ഒരു അനലൈറ്റ് താഴോട്ടേക്ക് ഇല്യൂട്ട് ചെയ്ത് വരണം. ആ ഒരു ഇല്യൂട്ട് ചെയ്യുന്നത് ചാർജിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെ, ചാർജിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ആദ്യം തന്നെ പറയാം, ബഫറും പ്രോട്ടീനും കൂടി, അല്ലെങ്കിൽ നമ്മൾ പ്രോട്ടീൻ ആദ്യം ആഡ് ചെയ്തു, അതിന്റെ കൂടെ തന്നെ ബഫറും ആഡ് ചെയ്തു. അപ്പൊ ബഫർ ആഡ് ചെയ്യുമ്പോൾ ബഫർ നേരെ താഴോട്ടേക്ക് സ്പീഡിൽ ഇല്യൂട്ട് ചെയ്ത് പോകുമല്ലോ. ആ ഇല്യൂട്ട് ചെയ്ത സ്പീഡിൽ തന്നെ അൺചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ അവർ ആദ്യം അങ്ങ് ഇല്യൂട്ട് ചെയ്ത് പോകും. ഓക്കെ, അൺചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ അവ ആദ്യം ഇല്യൂട്ട് ചെയ്ത് പോകും. പിന്നെ നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, സോറി, പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതും നമ്മൾ കളയുന്നുണ്ട് കേട്ടോ. അത് വേറൊരു മെത്തേഡ് വഴി വാഷ് ഔട്ട് ചെയ്ത് കളയും. അതായത് നമ്മൾ എക്സ്ട്രാ ബഫറൊക്കെ ആഡ് ചെയ്ത് അൺഡിസൈഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിനും വേഗം ഇല്യൂട്ട് ചെയ്ത് കളയും. ദെൻ നമ്മളുടെ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീൻ, അമിനോ ആസിഡ് ബൈൻഡ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ വരെയാണ്. ആ ഒരു പ്രോട്ടീനെ ഇവിടെയുള്ള Na+ഉമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് അവിടെ Na+നെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആര് വരും, ആ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീൻ വരും. അതാണ് രണ്ടാമത്തെ ഇമേജ്. ഓക്കെ, പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീൻസ് ഇവിടെ വന്നു, Na+നെ എക്സ്ചേഞ്ച് ചെയ്തു. Na+ന്റെ കോൺസെൻട്രേഷൻ ഇവിടെ കുറഞ്ഞു, ഉണ്ടാകും കേട്ടോ, അവിടെയൊക്കെ Na+ ഉണ്ടാകും. ഞാനിപ്പോ കാണിച്ചിട്ടില്ല. Na+ന്റെ കോൺസെൻട്രേഷൻ ഇവിടെ കുറയാണ് ചെയ്യുക. സോ Na+ന്റെ കോൺസെൻട്രേഷൻ കുറയുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, Na+നെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പ്രോട്ടീൻസ്, പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീൻസ് അവിടെ വന്ന് ബൈൻഡ് ചെയ്യും. ഇനി ആ ഒരു പ്രോട്ടീൻ ബാക്കിയുള്ളതൊക്കെ ഇതിലൂടെ ഇല്യൂട്ട് ചെയ്ത് പോയി, അതിനൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ബൗണ്ട് ചെയ്ത പ്രോട്ടീൻസിനെയും ഇല്യൂട്ട് ചെയ്ത് കളക്ട് ചെയ്ത് എടുക്കണല്ലോ. ആ ബൗണ്ട് ചെയ്ത പ്രോട്ടീൻസ് ഇല്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രോസസ്സ് തിരിച്ച് നടക്കണം, അല്ലെ. അപ്പൊ തിരിച്ച് നടക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു ബൗണ്ട് ചെയ്ത പ്രോട്ടീൻസിനെ Na+ പിന്നെയും റീപ്ലേസ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു Na+ന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്താൽ മതി, വീണ്ടും കൂട്ടിക്കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ആദ്യം സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ പ്രോട്ടീൻസിൽ തന്നെ എല്ലാ പ്രോട്ടീൻസും പോയില്ല. നെറ്റ് ചാർജ് ലോ ആയിട്ടുള്ള പ്രോട്ടീൻസ് പെട്ടെന്ന് കോമ്പറ്റീഷനിൽ തോറ്റ് പോകും, ഇല്യൂട്ട് ചെയ്ത് പോകും. സോ നമ്മൾ എന്ത് ചെയ്യും, ഫെർദർ സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ പിന്നെയും ആഡ് ചെയ്യും. സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ പിന്നെയും ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സ്ട്രോങ്ലി ബോണ്ട് ആയിട്ടുള്ള പ്രോട്ടീൻസും കൂടി ഇല്യൂട്ട് ചെയ്ത് വരും. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വീക്കിലി ബൗണ്ട് ആയിട്ടുള്ള മോളിക്യൂൾസ് ആദ്യം ഫസ്റ്റ്, അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്തത് ആദ്യം ഇല്യൂട്ട് ചെയ്ത് വരുന്നു. സ്ട്രോങ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ലേറ്റർ മാത്രമേ ഇല്യൂട്ട് ചെയ്യുള്ളൂ. ഇല്യൂഷൻ എന്ന് പറയുന്നത് സോൾട്ട് ഗ്രേഡിയന്റ് കൂട്ടിയും കുറച്ചുമാണ് ഈ ഒരു ഇല്യൂഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഇല്യൂഷൻ നടന്നു, നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ ഇതിലും നമ്മൾ ആ ഒരു പീക്ക് നോക്കുമ്പോൾ കോൺസെൻട്രേഷൻ, സോൾട്ട് കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് പീക്ക് അപ്പിയർ ചെയ്യുന്നത്. സ്ട്രോങ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഉള്ള അവര് ഇല്യൂട്ട് ചെയ്യുന്നത് ലേറ്റർ ആയിട്ടല്ലേ. അപ്പൊ സ്ട്രോങ് ഇന്ററാക്ഷൻ ഉള്ളവരുടെ പീക്ക് ലേറ്റർ ആയിട്ടായിരിക്കും വരിക. അൺചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിന്റെ പീക്ക് ആയിരിക്കും ആദ്യം വരുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുക. കാരണം ആ ഒരു സ്റ്റേഷനറി ഫേസിൽ അഗാറോസ് അല്ലെങ്കിൽ സെല്ലുലോസിന് പകരം TAM, TEAA എന്നെല്ലാം പറഞ്ഞിട്ട് മറ്റു ചില മെത്തേഡ്സും കൂടി അല്ലെങ്കിൽ മെറ്റീരിയൽസും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം മെയിൻ ആയിട്ട് ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു അയോൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഇനി ഇതിന്റെ ജസ്റ്റ് ഒരു മെറിറ്റ് അല്ലെങ്കിൽ ഡിമെറിറ്റ് പറയുകയാണെങ്കിൽ, മെറിറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മെട്രിക്സിന്റെ ടോളറൻസ് ഹൈ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് പറയാ. പിന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ആരാണ് ഇല്യൂട്ട് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന അനലൈറ്റിൽ ആരായിരിക്കും ആദ്യം ഇല്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അയോണൈസബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിനെ മാത്രമേ ഇവ ബേസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇവ ലിമിറ്റഡ് ടു അയണൈസബിൾ ഗ്രൂപ്പ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിമെറിറ്റ്സ്. ഇന്നത്തെ ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇത്രയാണ്, 2 അയോൺ എക്സ്ചേഞ്ചും ഉണ്ട്, സൈസ് എക്സ്ക്ലൂഷനും പഠിച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പറയാ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പം HSST ബോട്ടണി ആയിക്കോട്ടെ, MSc അല്ലെങ്കിൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും ഏത് ബോട്ടണി റിലേറ്റഡ് എക്സാംസിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ് ഇന്ന് എടുത്തിട്ടുള്ളത്.